Hello friends, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇത് ഒരുമിച്ച് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ 4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിന്റെ അടുത്ത ക്ലാസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇവിടെ നോക്കുക, നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്ക് ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസും ആൻസറും. ഓക്കെ, നമ്മളൊരു കോൺവെർസേഷൻ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ കാഷ്വലായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, നിന്റെ പേര് എന്താണ്? നമ്മൾ ഒരാൾ അല്ലെ പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ നമ്മൾ സ്ഥിരം ചോദിക്കുന്നതാണ് എന്താണ് പേര് എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നതിന് നമുക്ക് ഇംഗ്ലീഷിൽ നമുക്കറിയാം വാട്ട് ഈസ് യുവർ നെയിം അല്ലേ. വാട്ട് ഈസ് യുവർ നെയിം ഇതാണ് ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? തുമാര നാം ക്യാ ഹേ. ഓക്കെ, അപ്പോൾ തുമാര നിന്റെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റിലെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ തുമാര എന്ന് പറഞ്ഞാൽ നിന്റെയാണ്, നാം എന്ന് പറഞ്ഞാൽ പേരാണ്, ക്യാ അല്ലെ ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ തുമാര നാം ക്യാ ഹേ ഇതാണ് ഹിന്ദിയിൽ എന്ത് പറയുന്നത്? നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. നിന്റെ പേര് എന്താണ് എന്ന് ചോദിക്കാൻ വാട്ട് ഈസ് യുവർ നെയിം, തുമാര നാം ക്യാ ഹേ. കിട്ടിയോ? അടുത്തത് നോക്കുക, എൻ്റെ പേര്. അതിന് റിപ്ലൈ പറയണ്ടേ. അപ്പോൾ എൻ്റെ പേര് ബീന എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയും? മൈ നെയിം ഈസ് ബീന, അല്ലെങ്കിൽ ഐ ആം ബീന എന്നൊക്കെ പറയും. ഇപ്പം ഞാനത് എഴുതുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ബീന എന്ന് പറയാനായിട്ട് മൈ നെയിം ഈസ് ബീന അല്ലേ. ഹിന്ദിയിൽ പറയുകയാണെങ്കിലോ മേരി നാം ബീന. അപ്പം ഞാൻ എന്താണ് മേരി എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗം ആയതുകൊണ്ട് മേരി എന്ന് പറഞ്ഞു. പുല്ലിംഗം ആണെങ്കിൽ എന്ത് ചേർക്കണം? മേര നാം എന്ന് പറയണം അല്ലേ. അപ്പം മേരി നാം ബീന. ഓക്കെ, അടുത്തത് നോക്കുക, നീ എന്ത് ചെയ്യുന്നു? നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാനായിട്ട് വാട്ട് ആർ യു ഡൂയിങ് അല്ലേ. വാട്ട് ആർ യു ഡൂയിങ് എഴുതിയത് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ആർ യു ഡൂയിങ്. ഹിന്ദിയിൽ എന്താണ്? തും ക്യാ കർ രഹേ ഹോ. നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാനായിട്ട് എന്താണ്? തും നീ, ക്യാ എന്ത്, കർ അല്ലേ കർണ ചെയ്യുക. തും ക്യാ കർ രഹേ ഹോ, നീ എന്ത് ചെയ്യുന്നു. കിട്ടിയോ? തും ക്യാ കർ രഹേ ഹോ. ഹിന്ദിയാണ് എല്ലാവർക്കും ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവുക, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. തും ക്യാ കർ രഹേ ഹോ. ഓക്കെ, അടുത്തത് ഞാൻ ചെയ്യില്ല. ഞാൻ ചെയ്യും എന്നുള്ളതിനെ എല്ലാവർക്കും അറിയാം. ഐ വിൽ ഡു അല്ലേ. ഐ വിൽ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ ഐ വോണ്ട് ഡു. വില്ലിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ളത് അല്ലേ, വോണ്ട്. അപ്പോൾ ഐ വോണ്ട് ഡു. ഹിന്ദിയിൽ മേം നെഹി കരൂങ്കി. ഓക്കെ, അപ്പോൾ സ്ത്രീലിംഗം ആണെങ്കിൽ കരൂങ്കി ഇല്ലെങ്കിൽ കരൂങ്ക അങ്ങനെയാണ്. അപ്പം മേം നെഹി കരൂങ്കി, മേം നെഹി കരൂങ്കി. കിട്ടിയോ? അടുത്തത് നോക്കാം, നിന്റെ ഫോൺ നമ്പർ തരാമോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ക്യാൻ യു ഗിവ് മീ യുവർ നമ്പർ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ക്യാൻ യു ഗിവ് മീ യുവർ നമ്പർ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഹിന്ദിയിൽ ആപ് മുझे अपना ഫോൺ നമ്പർ ദേ സക്തേ ഹെ. ഓക്കെ, ആപ്പ് താങ്കൾ അല്ലേ, മുझे എനിക്ക്, അപ്ന താങ്കളുടെ, ഫോൺ നമ്പർ ദേ സക്തേ ഹെ തരോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നിന്റെ ഫോൺ നമ്പർ തരാമോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ക്യാൻ യു ഗിവ് മീ യുവർ നമ്പർ. ഹിന്ദിയിൽ എന്താണ്? ആപ് മുझे അപ്നെ ഫോൺ നമ്പർ ദേ സക്തേ ഹെ. കിട്ടിയോ? അപ്പോൾ ഒന്നുകൂടെ പറയാം, നിന്റെ പേരെന്താണ് എന്നുള്ളതിന് എന്താണ് പറയുന്നത് കൂടെ പറയാനായിട്ട് നോക്കുക കേട്ടോ. വാട്ട് ഈസ് യുവർ നെയിം. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? തുമാര നാം ക്യാ ഹേ. അതിന് ആൻസർ പറയുമ്പോൾ എൻ്റെ പേര് ബീന എന്ന് പറയാനായിട്ട് മൈ നെയിം ഈസ് ബീന, മേരി നാം ബീന. നീ എന്ത് ചെയ്യുന്നു? വാട്ട് ആർ യു ഡൂയിങ്. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? തും ക്യാ കർ രഹേ ഹോ. ദെൻ ഞാൻ ചെയ്യില്ല, ഐ വോണ്ട് ഡു. മേ നഹി കരൂങ്കി. നിന്റെ ഫോൺ നമ്പർ തരാമോ? ക്യാൻ യു ഗിവ് മീ യുവർ നമ്പർ. ഹിന്ദിയിൽ എന്താണ്? ആപ് മുझे अपने ഫോൺ നമ്പർ ദേ സക്തേ ഹെ. കിട്ടിയോ? അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസുകൾ നോക്കാം. വേണമെന്നുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ഇല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കുക, നീ എവിടെയാണ്. നീ എവിടെയാണ് എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷിൽ എന്താണ്? എല്ലാവർക്കും അറിയാം, വേർ ആർ യു അല്ലേ.
വേർ ആർ യു, നീ എവിടെയാണ്. ഹിന്ദിയിൽ എന്താണ് ആപ് കഹാം ഹേ, എവിടെ എന്നുള്ളതിന് കഹാമാണ്. ആപ് നീ അല്ലെങ്കിൽ താങ്കൾ എന്നൊക്കെ പറയാം. അപ്പൊ ആപ് കഹാം ഹേ, ആപ് കഹാം ഹേ, നീ എവിടെയാണ്. വേർ ആർ യു കിട്ടിയല്ലോ, നീ എവിടെയാണ്. വേർ ആർ യു, ആപ് കഹാം ഹേ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹിന്ദി സംസാരിച്ച് പഠിക്കണം എന്നുള്ളവർക്ക് ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതാണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സെൻറ്റൻസുകളൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സംസാരിക്കുമ്പോൾ ഇടയിൽ ചെറിയ ചെറിയ ഇംഗ്ലീഷുകളൊക്കെ കയറ്റുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കയറ്റി നമുക്കത് മൊത്തമായിട്ട് ഇംഗ്ലീഷിലോട്ട് മാറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയുള്ള ആവശ്യമുണ്ടെങ്കിൽ ഈ സെൻറ്റൻസുകൾ അവിടെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കുക, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ. ഡിഡ് യു സേ സംതിങ് അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ ചോദിക്കുക, ഡിഡ് യു സേ സംതിങ്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, അങ്ങനെയാണ് ചോദിക്കുന്നത്. ക്യാ അപ്നെ കുച്ച് കഹ, ഹിന്ദിയിൽ എന്താണ് ക്യാ അപ്നെ കുച്ച് കഹ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നതിനാണ് ക്യാ അപ്നെ കുച്ച് കഹ, ക്യാ അപ്നെ കുച്ച് കഹ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ. ഡിഡ് യു സേ സംതിങ്. ഓക്കെ, അങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് സുഖമാണോ. സുഖമാണോ എല്ലാവർക്കും അറിയാം എന്താണ് ഹൗ ആർ യു അല്ലേ, ഹൗ ആർ യു, സുഖമാണോ എന്ന് ചോദിക്കാനായിട്ട് ആപ് കൈസേ ഹേ, ഹിന്ദിയിൽ എന്താണ് ആപ് കൈസേ ഹേ, ആപ് കൈസേ ഹേ, സുഖമാണോ. ഹൗ ആർ യു, ആപ് കൈസേ ഹേ. കിട്ടിയോ. എനിക്ക് സുഖമാണ് എങ്ങനെയാണ് നമ്മൾ പറയാ, ഐ ആം ഫൈൻ അല്ലേ, ഐ ആം ഫൈൻ എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. മേ ടീക്ക് ഹൂം, ഹിന്ദിയിൽ എന്താണ് മേ ടീക്ക് ഹൂം, എനിക്ക് സുഖമാണ്, ഐ ആം ഫൈൻ എന്ന് പറയുന്നതിന് മേ ടീക്ക് ഹൂം. ഓക്കെ, വളരെ നന്ദി. വളരെ നന്ദി എന്ന് പറയുന്നത് എന്താണ് താങ്ക് യു വെരി മച്ച് അല്ലേ, വളരെ നന്ദി, താങ്ക് യു വെരി മച്ച് ഇംഗ്ലീഷിൽ. ഹിന്ദിയിൽ ആപ്കാ ബഹുത് ധന്യവാദ്, നന്ദി എന്നുള്ളതിന് എന്താണ് ധന്യവാദാണ്. വളരെ നന്ദി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളൊരു ബഹുമാനാർത്ഥമാണ് ആപ്പ് എന്നൊക്കെ പറയുന്നത്, താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കൾ എന്നൊക്കെ പറയാനാണ് ആപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആപ്കാ ബഹുത് ധന്യവാദ്. ഓക്കെ, അപ്പോൾ വളരെ നന്ദി, താങ്ക് യു വെരി മച്ച്, ആപ്കാ ബഹുത് ധന്യവാദ്. ദെൻ നന്നായി കഴിക്കുക. നമ്മൾ ഒരാളോട് നന്നായി കഴിക്കുക എന്ന് പറയുമ്പോൾ ഈറ്റ് വെൽ, എന്താണ് ഈറ്റ് വെൽ, നന്നായി കഴിക്കുക. അച്ഛാ ഖായേ, ഹിന്ദിയിൽ എന്താണ് പറയുന്നത് അച്ഛാ ഖായേ. കിട്ടിയോ. ഒന്നുകൂടെ പറയാം, നീ എവിടെയാണ്, കൂടെ പറയാനായിട്ട് നോക്കുക, വേർ ആർ യു, ആപ് കഹാം ഹേ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, ഡിഡ് യു സേ സംതിങ്, ഹിന്ദിയിൽ എന്താണ് ക്യാ അപ്നെ കുച്ച് കഹ. സുഖമാണോ, ഹൗ ആർ യു, ആപ് കൈസേ ഹേ. എനിക്ക് സുഖമാണ്, ഐ ആം ഫൈൻ, മേ ടീക്ക് ഹൂം. വളരെ നന്ദി, താങ്ക് യു വെരി മച്ച്, ആപ്കാ ബഹുത് ധന്യവാദ്. നന്നായി കഴിക്കുക, ഈറ്റ് വെൽ, അച്ഛാ ഖായേ. ഓക്കെ, കിട്ടിയോ. അപ്പോൾ അടുത്തത് നോക്കാം. ഇവിടെ നോക്കുക, പോയി ഉറങ്ങുക. പോയി ഉറങ്ങുക എന്ന് പറയുന്നതിന് എങ്ങനെയാണ് ഗോ ആൻഡ് സ്ലീപ്പ് അല്ലേ, ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത് ഗോ ആൻഡ് സ്ലീപ്പ്. അടുത്തത് ജാവോ സോ ജാവോ, ഹിന്ദിയിൽ എന്താണ് പറയുന്നത് ജാവോ സോ ജാവോ. സോ എന്ന് പറയുമ്പോൾ ഉറങ്ങുക അല്ലേ, ജാവോ സോ ജാവോ. ഒരു മിനിറ്റ് കാത്തിരിക്കുക. നമുക്കറിയാം അല്ലേ, ഇംഗ്ലീഷിൽ എന്താണ് പറയുക വെയിറ്റ് എ മിനിറ്റ് അല്ലേ, വെയിറ്റ് എ മിനിറ്റ്, വെയിറ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ് കാത്തിരിക്കുക. ഹിന്ദിയിൽ ഏക് മിനിറ്റ് റുക്കിയേ, കാത്തു നിൽക്കുക എന്നുള്ളതിന് നമ്മൾ പഠിച്ച വേർഡാണ് റുക്കിയേ, റുക്ന, കാത്തു നിൽക്കുക അല്ലെ, നിൽക്കുക എന്നുള്ളതിന് റുക്ന. മിനിറ്റ് എന്നുള്ളതിന് മിനിറ്റാണ് നമ്മൾ പഠിച്ചതാണ്. അപ്പം ഏക് മിനിറ്റ് റുക്കിയേ, ഒരു മിനിറ്റ് കാത്തു നിൽക്കുക. എന്തു വേണം, എന്തു വേണം എന്നെങ്ങനെയാണ് ചോദിക്കുക വാട്ട് ഡു യു വാണ്ട് അല്ലേ, വാട്ട് ഡു യു വാണ്ട്, നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കാനായിട്ട് വാട്ട് ഡു യു വാണ്ട്. തും ക്യാ ചാഹ്തേ ഹോ, ഹിന്ദിയിൽ എന്താണ് പറയുന്നത് തും ക്യാ ചാഹ്തേ ഹോ. ചാഹ്ന നമ്മൾ പഠിച്ചതാണ് അല്ലേ, ക്യാ പഠിച്ചതാണ്, തും പഠിച്ചതാണ്. തും ക്യാ ചാഹ്തേ ഹോ. എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അല്ലേ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല. ഹിന്ദിയിൽ എങ്ങനെയാണ് പറയാ മുझे समझ नहीं आया, मुझे समझ नहीं आया, मुझे എനിക്ക്, സമജ്ന മനസ്സിലാവുക, നെഹീം ആയ എനിക്ക് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മുझे समझ नहीं आया, ഓക്കെ, മുझे समझ नहीं आया എനിക്ക് മനസ്സിലായില്ല.
നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? വേർ ആർ യു നൗ അല്ലേ? നിങ്ങളിപ്പോൾ എവിടെയാണ് എന്നെങ്ങനെയാണ് ചോദിക്കുക? വേർ ആർ യു നൗ ഇംഗ്ലീഷിൽ കിട്ടി. ഹിന്ദിയിൽ ആപ് അഭി കഹാം ഹെ. ആപ് താങ്കൾ, അഭി ഇപ്പോൾ എന്നുള്ളതിന് അഭി എന്നാണ്. അപ്പോൾ ആപ് അഭി കഹാം ഹെ. ഓക്കെ, ആപ് അഭി കഹാം ഹെ. വേർ ആർ യു നൗ? നിങ്ങളിപ്പോൾ എവിടെയാണ്? നിങ്ങൾക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി എങ്ങനെയാണ് ചോദിക്കുക? ഹൗ ഓൾഡ് ആർ യു അല്ലേ? ഹൗ ഓൾഡ് ആർ യു. ഹിന്ദിയിൽ ആപ്കി ഉമ്ര ക്യാ ഹെ. വയസ്സ് എന്നുള്ളതിനെ പറയുന്ന വേർഡാണ്, പഠിച്ചു വയ്ക്കുക. ഉമ്ര. ഓക്കെ, ഉമ്രാണ് വയസ്സ്. അപ്പോൾ ആപ്കി ഉമ്ര ക്യാ ഹെ. കിട്ടിയല്ലോ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പോയി ഉറങ്ങുക. ഗോ ആൻഡ് സ്ലീപ്പ്. ജാവോ സോ ജാവോ. ഒരു മിനിറ്റ് കാത്തിരിക്കുക. വെയിറ്റ് എ മിനിറ്റ്. ഏക് മിനിറ്റ് രുക്കിയേ. എന്തു വേണം? വാട്ട് ഡു യു വാണ്ട്? തും ക്യാ ചാഹത്തെ ഹോ? എനിക്ക് മനസ്സിലായില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മുझे സമജ് നഹീ ആയ. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? വേർ ആർ യു നൗ? ആപ് അഭി കഹാം ഹെ. നിങ്ങൾക്ക് എത്ര വയസ്സായി? ഹൗ ഓൾഡ് ആർ യു? ആപ്കി ഉമ്ര ക്യാ ഹെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കിട്ടിയോ? അപ്പോൾ എഴുതിയെടുത്ത് പഠിക്കുക. ഞാൻ പറഞ്ഞു ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് നിങ്ങളൊരു നോട്ട് ബുക്ക് കരുതുക. അപ്പോൾ നമ്മളിങ്ങനെ എന്താണ് കറക്റ്റായിട്ട് ക്ലാസ്സുകൾ തരുമ്പോൾ അത് എല്ലാം ഒരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. അത് നിങ്ങൾ റിവൈസ് ചെയ്യുക, നിങ്ങളത് യൂസ് ചെയ്യുക. ഓക്കെ, യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതുകൊണ്ട് യൂസ്ഫുള്ളായിട്ട് അല്ലേ നമുക്കത് ഉപകാരപ്പെടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കോൺവെർസേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ഇനിയും ഉണ്ടല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പഠിച്ചാൽ തീരില്ല, എങ്കിലും നമ്മൾ മാക്സിമം പറഞ്ഞു തരും. അപ്പോൾ ഇന്ന് ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗം ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.